മഴവെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് സർക്കാർ പോലും അനാഥമായ അവസ്ഥയിൽ ഉത്തരവാദിത്തമില്ലാത്ത നിശബ്ദത പാലിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് കാലാകാലങ്ങളെ തുടരുന്നു വരുന്ന അവസ്ഥയാണ്. കാരണം ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് അറിയാം, ഗവൺമെന്റ് ഇതിന്റെ പരിഹാരം അറിയാം, ഗവൺമെന്റ് നാളെ പരിഹരിക്കും. പക്ഷെ പരിഹരിക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള എല്ലാം തീരദേശത്തിന് നഷ്ടപ്പെട്ടിരിക്കും. അതിനൊരു ജാഗ്രത ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാരും ബോധവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. പ്രാർത്ഥനയായിട്ടാണ് ഈ ഉപവാസം പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് 100ഓളം വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടുവരുന്ന ജനങ്ങളും ജീവിതവും എല്ലാം കടലാകപ്പെട്ട് അവസാനത്തെ അവശേഷിപ്പിന് വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ സമരമാണിത്. പലപ്പോഴും ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കും, മണൽ ചാക്കാക്കി നിറച്ചുകൊണ്ട്. താൽക്കാലിക പരിഹാരം എന്ന് പറഞ്ഞ ഒരു മഴച്ചാക്കി നിറക്കുകയോ അതുപോലെ തന്നെ ഇവിടെ സീവാള കെട്ടുകയോ ചെയ്യുന്നതിനൊക്കെ ഉപരി ഈ ഗവൺമെന്റ് അശാസ്ത്രീയമായ തുറമുഖം നിർമ്മിച്ചതിന്റെ പേരിൽ 100 കൊല്ലമായിട്ട് നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവിതം അപ്പാടെ പോയിട്ടുണ്ട്. അതിന് ഘട്ടം ഘട്ടമായിട്ട് പരിഹാരം ചെയ്യാനുള്ള സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരത്തിന് പ്രത്യേകത.